ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു കോസ്മിക് കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഫുൾ ക്ലീനിങ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ അടിച്ചോരി തുടയ്ക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഷെൽഫും കാര്യങ്ങളൊന്നും ഒന്ന് ക്ലീൻ ആക്കണമൊന്നുമില്ല. കാരണം നിലത്ത് നല്ലോണം കളിപ്പാട്ടങ്ങളും കണ്ണി കണ്ട സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ആകെ വൃത്തികേടാക്കി ഇട്ടിരിക്കുകയാണ് ആമിക്കുട്ടി. അപ്പോൾ അതൊക്കെ അമ്മയ്ക്കൊക്കെ അതൊന്ന് കിടക്കൊക്കെ എടുത്ത് കട്ടിലുമിട്ട് മേലെ കുറേ സാധനങ്ങൾ നിലത്ത് കിടക്കുന്നുണ്ട്. ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തതിൻ്റെ കുറേ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തതിന് അമ്മയ്ക്ക് സുഖമായിരിക്കും തുടയ്ക്കാൻ അടിച്ചു വരാനൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ക്ലീനിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. കണ്ട അമ്മ ചൂലൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് അടിച്ചു വരാൻ വേണ്ടിയിട്ട്. പിന്നെ കളിപ്പാട്ടങ്ങൾ, ഗൈസ് നിങ്ങൾ കണ്ടോ കളിപ്പാട്ടങ്ങൾ? അമ്മയുടെ കൂട്ടിട്ടിറക്കാണ്. എത്ര രൂപയുടെ മുതലാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പിന്നെ ഒറ്റ മോളല്ലേ, അവൾക്കല്ലേ ഇതൊക്കെ ഞങ്ങൾ മേടിച്ചു കൊടുക്കുന്നത്, വേറെ ആർക്കാണ് ഞങ്ങൾ ഇതൊക്കെ മേടിച്ചു കൊടുക്കുക അല്ലേ. അപ്പോൾ വലിയ ക്ലിയറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെളിച്ചം നിൽക്കണത്. അപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി. എന്നാലും നമ്മൾ കണ്ടിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്താ ഗൈസ് ആരും ലൈക്ക് ചെയ്യാത്തത്? ലൈക്ക് ചെയ്യുന്നേ. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാശൊന്നും കൊടുക്കണ്ടല്ലോ ഈ ലൈക്കിന് അല്ലേ. അപ്പോൾ അതൊന്ന് ലൈക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആമിക്കുട്ടി അപ്പോൾ ഇത് ആമിയുടെ പ്ലേ മാറ്റിൽ ഇരുന്ന് കളിക്കാനുണ്ട് കേട്ടോ. ഇത് ഇവൾക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ മേടിച്ചാണ്. നല്ല പ്ലേ മാറ്റാണ് കേട്ടോ. പക്ഷെ അവൾ കുറേ കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇങ്ങനെ കുറച്ച് എന്താ പറയുക, ഇങ്ങനെ വിക്രസും വികൃതിയൊക്കെ കൂടിയപ്പോൾ അതിൻ്റെ സ്റ്റിക്കറുകൾ ഉണ്ടല്ലോ, ഇങ്ങനെ മേലെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പറഞ്ഞു പോരും സ്റ്റിക്കറുകൾ. അതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പൊടി തട്ടിയിട്ട് എനിക്ക് തുമ്മൽ വന്ന് തുമ്മി ഒരു വഴിക്കായി. എന്താണെന്നറിയില്ല, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു തുമ്മലും ജലദോഷം വരുന്നുണ്ട്. കാരണം തലയ്ക്ക് ഭ്രാന്ത് വരികയാണ് സത്യം പറയാലോ. പിന്നെ ഈ ഹെയർ കെയർ ഒക്കെ തുടങ്ങിയ കാരണം ഇടയ്ക്കിടയ്ക്ക് തുമ്മലും ചീറ്റലൊക്കെ വരാറുണ്ട്. പിന്നെ ആമിയുടെ കരിവലയാണ് കേട്ടോ ഗൈസ്. ഇത് എന്താ പറയുക, ഇട്ട് കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക്. കാരണം കരിവളയുടെ കുപ്പി ടൈപ്പാണ്, പെട്ടെന്ന് പൊട്ടൂലോ അത്. എങ്ങനാണ് ഇതിന് മേലിക്കൊണ്ട് ശരിയാവില്ലേടി കണ്ണ. അപ്പോൾ അത് താഴത്തെ പണി ഒരുവിധം കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളിത് മേലേക്ക് പോന്നിട്ടുണ്ട്. അമ്മ എപ്പോഴും ചീത്ത പറയും, കണ്ടില്ലേ എന്ത് വൃത്തിയുള്ള വീടായിരുന്നു, ആകെ വൃത്തികേടാക്കിയിട്ടു, മര്യാദയ്ക്ക് പോയി ഒതുക്കി വെക്കുക, അത് ഇത് ചെയ്യും. കാരണം വെക്കാൻ സ്ഥലം വേണ്ടേ ഗൈസ്. ഈ സാധനങ്ങളൊക്കെ ഞാൻ എവിടെ കൊണ്ട് വെക്കും? കുറേ എൻ്റെ സ്കെച്ച് പെന്നും അതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെക്കണം എന്നുണ്ട്, ആഗ്രഹമുണ്ട്. ഇല്ലായിക്കൊന്നുമില്ല. അപ്പോൾ ഞാനിതിങ്ങനെ ഓരോ കൊട്ടയിൽ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോന്ന് പുറത്തേക്ക് ഇട്ടിട്ട് എന്തൊക്കെയാണ് വേണ്ടത് വേണ്ടാത്തതെന്നൊക്കെ നോക്കുകയാണ്. പിന്നെ ആമിക്കുട്ടീനെ മേലേക്ക് കയറ്റാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആമീനെ അപ്പുറത്തേക്ക് ആക്കിയിട്ടുണ്ട്, തറവാട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക്. എന്താണെന്ന് വെച്ചാൽ അവളേനെ മേലേക്ക് കൊടുന്നു കഴിഞ്ഞാൽ അവളേനെ നോക്കേണ്ടി വരും, പണിയും ചെയ്യേണ്ടി വരും. രണ്ടും കൂടി ആകുമ്പോഴേ നടക്കില്ല. പിന്നെ സ്റ്റെപ്പല്ലേ, എങ്ങാനും കാല് തെറ്റി നിലത്ത് വീണേനെ പിന്നെ പറയണ്ട, പിന്നെ ആകെ പണി കാളും. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ അവളേനെ കയറ്റണില്ല. ആരെങ്കിലും അവളേനെ നോക്കാനായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നാലും എനിക്ക് പേടി തന്നെയാണ് അവളേനെ ഇങ്ങനെ എൻ്റെ ശ്രദ്ധ ഇല്ലാണ്ട് ഇങ്ങനെ മേലേക്ക് കയറ്റി കഴിഞ്ഞാൽ. അമ്മ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അവളിങ്ങനെ മേലെ നിന്ന് കളിച്ചോളും. ചില സമയത്തൊരു കുറുമ്പ് കൂടിക്കഴിഞ്ഞാൽ ഒറ്റ ഓട്ടം ഓടും. അതാണ് നമുക്ക് പിടിച്ചാൽ കിട്ടാത്തത്. പിന്നെ ഇത് വന്നിട്ട് മിനി ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ. ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു, 16 ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ സ്മിട്ടേണിൽ എനിക്ക് ഗിഫ്റ്റ് ഹാമ്പർ പോലെ കിട്ടിയതാണ് കേട്ടോ. ജഡ്സ് ഹെബ്സിൻ്റെ 14 ലിപ്സ്റ്റിക്സ്, 16 ഉണ്ടായിരുന്നു. അടിപൊളി ഷെയ്ഡ്സുകളായിരുന്നു കേട്ടോ. നല്ല ക്രീമി ടെക്സ്ചറാണ്, അടിപൊളി സാധനമാണ്. നിങ്ങൾ സ്മിട്ടേണിൽ പ്രൊഡക്റ്റ് മേടിക്കുകയാണെന്ന് വെച്ചാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് ഫ്രീ ഗിഫ്റ്റ്സ് കിട്ടിയതാണ്. എത്രയാ, 590 രൂപയുടെ സാധനമാണ് തോന്നുന്നത്, അറിയത്തില്ല, എനിക്ക് ഓർമ്മയില്ല. ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഇതിലെൻ്റെ ഫുള്ള് ബുക്കാണ് കേട്ടോ, ടെക്സ്റ്റ് ബുക്കുകളും നോട്ട് ബുക്കുകളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഓരോന്ന് പെട്ടിയിൽ ഇറക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. ഇറക്കിയിട്ട് പിന്നെ അതൊക്കെ ഞാനിവിടെ സെറ്റാക്കി. ഇപ്പോൾ ഇതാ ഹാള് ഒരുവിധം വൃത്തിയായി. റൂം ഷെൽഫിലൊക്കെ ഞാനതൊക്കെ കുത്തി മോനെ പറയണ കേട്ടോ. എടാ മോനെ പറ, എടാ മോനെ പറ, എടാ മോനെ പറ, എടാ പറഞ്ഞേ കണ്ണാ എടാ
എടാ ആമി 1 2 3 ചെല്ലിയേ 1 2 2 പറ 3 3 പറ 4 5 5 ചെല്ലേ 5 ചെല്ലേ 5 ചെല്ലടാ കളത്തിയേ അടി കിട്ടും പറഞ്ഞ അടി കിട്ടോ. പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞപ്പോൾ ഇത് അടുത്ത പണി കിട്ടി. ഡ്രസ്സ് കുറേ മടക്കാനുണ്ടായിരുന്നു. അപ്പം ഞാനിതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് മടക്കി വെക്കാൻ നിൽക്കണ്ട. അതിൻ്റെ ഇടയിൽ ടി വി വെച്ചു, സീരിയൽ എന്താണെന്ന് നോക്കി. ഇപ്പം ഞാൻ കേരളത്തിലത്തെ സീരിയലും കൂടി കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സീരിയൽ കാണുക, സിനിമ കാണുക എന്നൊക്കെ പറഞ്ഞു തന്നെ. ചില സീരിയലുകൾ മാത്രം കേട്ടോ. ഞാനിപ്പോൾ ആകെ കാണുന്നത് കേരളത്തിൽ 2-3 കാണും. പിന്നെ അത് 9 മണിയുടെ 9:30 അങ്ങനെ 8-8:30 അങ്ങനത്തെ സീരിയലുകൾ. പിന്നെ മറ്റേതിൽ നമ്മുടെ ചെമ്പനീർപ്പൂ ഉണ്ടല്ലോ, നമ്മുടെ സച്ചിൻ രേവതി, ആ ചേട്ടനെയും ചേച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ കാണാറുണ്ട്. അതിൻ്റെ മുന്നേ ഇപ്പോൾ പുതിയൊരു സീരിയൽ തുടങ്ങിയിട്ടുണ്ടല്ലോ, എന്തപ്പോൾ തുടങ്ങിയത്, ഒരു 6:30 ആകുമ്പോൾ ഉള്ള സീരിയൽ. അത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് നല്ല സീരിയലാണ്. അങ്ങനത്തെ കുറച്ച് സീരിയലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണും. ചില സമയത്ത് ഓരോ പണികളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടേ ചിലപ്പോഴൊന്നും ഫുള്ള് കാണാനൊന്നും പറ്റാറില്ല. തലങ്ങും വിലക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണും തന്നെയുള്ളൂ. പിന്നെ ഇതങ്ങനെ കുറേ തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. ദിവസം ഇങ്ങനെയൊക്കെ ഓരോ പണികളൊക്കെ ചെയ്ത് മോളുടെ കാര്യം നോക്കി പഠിക്കാനും ഉണ്ടാവും. പഠിക്കും കഴിഞ്ഞ് ക്ലാസ്സും കഴിഞ്ഞ് അങ്ങനെ നൈറ്റൊക്കെ കഴിഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ എനിക്കും വീണ്ടും ഇതൊക്കെ തന്നെ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വീഡിയോ വന്നിട്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി 10K ആവാൻ വലിയ ദൂരമൊന്നുമില്ല, വേഗം ആവുമെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ, സീ യു.